ഓക്കെ, നമ്മുടെ മെക്കാനിക്സിൽ ഏതൊരു പ്രോബ്ലം അറ്റൻഡ് ചെയ്യുമ്പോഴും നമുക്ക് വളരെ അത്യന്താപേക്ഷികമായ ഒരു കാര്യമാണ് ഫ്രീ ബോഡി ഡയഗ്രാം. പ്രോപ്പറായിട്ടൊരു ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ എന്താ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ ഡയഗ്രാം വിച്ച് ഷോസ് ദ ഡിഫറെൻറ്റ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബോഡി. ഇത്രേ ഉള്ളൂ. ഒരു ഒബ്ജക്റ്റ് എടുക്കുക, നമ്മൾ ഏതെങ്കിലും ഒരു സിസ്റ്റം പഠിക്കുകയാണ്. ആ സിസ്റ്റം പഠിക്കുമ്പോഴത്തേക്ക് അതിൽ ഏതൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, ആ ഫോഴ്സുകൾ പ്രോപ്പറായിട്ട് വരച്ച് കാണിക്കുന്ന ഒരു ഡയഗ്രത്തിനെയാണ് നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് വിളിക്കാം. ക്ലിയർ? അപ്പോൾ എക്സാമിന് വേണമെങ്കിൽ ചോദിക്കാം, വാട്ട് യു മീൻ ബൈ ഫ്രീ ബോഡി ഡയഗ്രാം? And definitely you can say it's a diagram which shows different forces acting on a system. ഞാൻ എഴുതുന്ന വേറെ ഒന്നുമല്ല, നിങ്ങളും ഈ വീഡിയോ കാണുമ്പോൾ ചിലർക്ക് അങ്ങനെ വായിച്ചാൽ പെട്ടെന്ന് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട്, റഫ് ബുക്ക് എടുത്തിട്ടോ ഇതൊന്ന് എഴുതി തന്നെ പോകാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വാക്കുകളും കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും. വേ ഓഫ് പ്രസൻറ്റേഷൻ ഇപ്പോൾ എൻ്റെ രീതി ആയിരിക്കണമെന്നല്ല പലർക്കും ഉണ്ടാവുക. പക്ഷേ എന്നാൽ ഇംഗ്ലീഷ് എഴുതി ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് എൻ്റെ കൂടെ എഴുതി കഴിഞ്ഞാൽ കാര്യം കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇത്ര സിമ്പിളായിട്ട് എഴുതിയാൽ ഷോ ഡിഫറെൻറ്റ് ഫോഴ്സിങ് ആക്ടിങ് ഓൺ സിസ്റ്റം. ഓരോ എക്സാമ്പിളായിട്ട് തുടങ്ങാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ ഒരു ഫ്ലോറിൽ ഒരു ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ കാണിച്ചു കഴിഞ്ഞാൽ ഫ്രീ ബോഡി ഡയഗ്രാം കഴിഞ്ഞു. ഫ്രീ ബോഡി ഡയഗ്രാം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു മാസമുള്ള ഒബ്ജക്റ്റ് എർത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ഡൗൺവേർഡ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അഥവാ വെയിറ്റ് താഴോട്ടുണ്ടാവും. ഇനി മറ്റൊരു ഫോഴ്സ് ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ ഞാൻ റെഡ് കളറിൽ കാണിക്കുക. ഈ വെയിറ്റിൻ്റെ കൗണ്ടറാക്റ്റ് ആയിട്ട്, അതായത് അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് തേർഡ് ലോ അനുസരിച്ച് ഫോർ എവറി ആക്ഷൻ ദർ വിൽ ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു റിയാക്ഷൻ ഫോഴ്സ് തിരിച്ചുണ്ടാവും. സോ ദിസ് ഈസ് എ റിയാക്ഷൻ. സാധാരണ ഇത് നമ്മൾ നോർമൽ റിയാക്ഷൻ എൻ എന്ന് പറയാറുണ്ട്. ഓക്കെ, അങ്ങനെയും പറയാം. എൻ ഓർ ആർ ഏതെങ്കിലും ലെറ്റർ നമ്മൾ ഉപയോഗിക്കും. ശരി, ഇതൊരു എക്സാമ്പിളാണ്. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് റഫ് സർഫസിൽ നമ്മുടെ കയ്യിലൊരു ബ്ലോക്ക് ഉണ്ടെന്ന് കരുതിക്കോ. ഒരു ബ്ലോക്ക്. ഈ ബ്ലോക്ക് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി അറിയാം, അത് സർഫസ് വളരെ സ്മൂത്താണ്, ഇങ്ങനെ ഇരിക്കത്തില്ല, സ്ലിപ്പ് ചെയ്ത് താഴ്പോം. എന്ന് വെച്ചാൽ അവിടെ എന്ത് ആക്ട് ചെയ്യുന്നുണ്ടാവും? ഫ്രിക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ഡെഫിനറ്റ്ലി അപ്വേർഡ്. മറ്റൊരെണ്ണം ആസ് യൂഷ്വൽ നമ്മുടെ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ടോ. പോരാഞ്ഞിട്ട് ഈ ബ്ലോക്കിന് ഈ സർഫസുമായിട്ട് കോൺടാക്റ്റ് ഉണ്ടല്ലോ, കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ നിന്ന് ഒരു നോർമൽ റിയാക്ഷനും കാണും. ക്ലിയർ? അപ്പോൾ ഫ്രിക്ഷൻ ഫോഴ്സ് എഴുതാം, വെയിറ്റ് എഴുതാം, നോർമൽ റിയാക്ഷൻ എന്നോ ആറെന്നോ എഴുതാം. അപ്പോൾ ഇതാണ് ഫ്രീ ബോഡി ഡയഗ്രാം. ഇവിടെ ഒരു ആംഗിൾ കൂടെ കാണിക്കാം. ഫ്രീ ബോഡി ഡയഗ്രാം ഫോർ എ ബ്ലോക്ക് സ്ലാൻഡ് സർഫസ്. ക്ലിയർ? ഇനി മറ്റൊരു ഒബ്ജക്റ്റ് എടുക്കാം. ഞാനിവിടെ ഒരു സ്പിയർ എടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രോബ്ലം ചെയ്ത പോലെ സ്പിയർ ഇവിടെ രണ്ട് സർഫസുമായിട്ട് കോൺടാക്റ്റിലുണ്ട്. ക്ലിയർ? അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെ ഫോഴ്സുകൾ അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ കാണിക്കണം. സർഫസ് ഇമ്പോർട്ടൻ്റ് അല്ല, ഫോഴ്സുകളാണ് ഇമ്പോർട്ടൻ്റ്. ഓക്കെ, വെയിറ്റ് താഴോട്ടുണ്ടാവും അല്ലേ. അതേപോലെ ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ടാവും. സോ വി ക്യാൻ സേ ദാറ്റ്സ് എ നോർമൽ റിയാക്ഷൻ N1 അല്ലേ. അതേപോലെ ഇവിടെയും ഒരു കോൺടാക്റ്റ് ഉണ്ടല്ലേ, ഇവിടെയും കോൺടാക്റ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നും നോർമൽ റിയാക്ഷൻ ഉണ്ടാവും. സോ ദാറ്റ് വിൽ ബി നോർമൽ റിയാക്ഷൻ. ക്ലിയർ? N2. ഓക്കെ, അപ്പോൾ സ്മൂത്ത് ഫ്രിക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ നോർമൽ റിയാക്ഷൻ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള നോർമൽ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ, N1 N2. അപ്പോൾ ഇതാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് ഉദ്ദേശിക്കുന്നത്. കാര്യം മനസ്സിലായാലും. അപ്പോൾ എക്സാമിന് ചോദിച്ചാൽ ഫ്രീ ബോഡി ഡയഗ്രാം എന്താണെന്ന് എഴുതിയും വേണം ഇതിലേതെങ്കിലും രണ്ട് ഫിഗർ നിങ്ങളൊന്ന് വരച്ച് കാണിക്കാം. അപ്പോൾ കഴിഞ്ഞു, മാർക്ക് ഫുള്ളായിട്ട് കിട്ടും. അല്ല ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയാണ് തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ സാർമാർ കമ്മ്യൂണിക്കേറ്റ് ആയില്ലെങ്കിൽ പോയി ഇതിലേതെങ്കിലും ഒരു സിമ്പിൾ ഡയഗ്രാം വരച്ച് വെച്ച് കഴിഞ്ഞാൽ ഫുൾ മാർക്കും കിട്ടും. ഓക്കെ, ശരി. അപ്പോൾ എന്താ ഫ്രീ ബോഡി ഡയഗ്രാം വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്.